ഗൈസ്, എല്ലാവർക്കും നെഫ്രക് സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡിസിപ്ലിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ ഇയാൾ എന്തുകൊണ്ടായിരിക്കും ഇയാൾ സക്സസ്ഫുൾ ആയത്, ഇയാൾക്ക് ഭയങ്കര ടാലൻ്റ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും ഇയാൾക്ക് ഭയങ്കര ടാലൻ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് ഭയങ്കര സ്കില്ല് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ലക്കി ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കും. ജസ്റ്റ് ഒരു സ്കിൽ ഉണ്ടായത് കൊണ്ടോ വലിയൊരു മോട്ടിവേഷൻ ഉണ്ടായത് കൊണ്ടോ ലക്ക് ഫാക്ടർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അയാൾ സക്സസ്ഫുൾ ആയിരിക്കുക. ഒരിക്കലുമല്ല. അയാൾ എപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷനൊക്കെ കൂടുതൽ വേണ്ടത് ഡിസിപ്ലിനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡിസിപ്ലിനേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്കൊരു സാധനം താല്പര്യമുണ്ട്, നമുക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കംഫോർട്ട് സോണിൽ ഇരുന്നിപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് നമ്മുടെ കരിയറിലായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സക്സസ്സിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ടാലന്റ് വിത്തൗട്ട് ഹാർഡ് വർക്ക് ഈസ് നത്തിങ് എന്ന്. കാരണം റൊണാൾഡോ പോലെ ആളെന്ന് പറയുമ്പോൾ ഡെയിലി ട്രെയിനിങ് ചെയ്ത് ആ ഒരു ഇന്റർവ്യൂ തന്നെ റൊണാൾഡോ പറയുന്നുണ്ട്, എനിക്ക് ഡെയിലി ഈ പറഞ്ഞ രാവിലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ടാലന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡോർവേ മാത്രമാണ്. ഒരു ഡോർ തുറക്കാൻ വേണ്ടി മാത്രമാണ്. അതിനൊരു ഫിനിഷ് എൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു എൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിനിഷിംഗ് ലൈനിലിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഡിസിപ്ലിൻ ആവുക. നിങ്ങൾ ആ ചെയ്യുന്ന ഞാൻ ഡെയിലി ചെയ്യുക. ഇപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടിയെന്നില്ല. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കയറി മോട്ടിവേഷൻ കണ്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം എന്ത് ചെയ്യായിരിക്കാം, അത് ചെയ്തേക്കാം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നത് പോലെ. കാരണം ഇപ്പൊ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആൾ, കാരണം ഭയങ്കര നമുക്ക് ഇതാണല്ലോ മോട്ടിവേഷൻ, ഭയങ്കര നമുക്കൊരു ഇതാണല്ലോ, എനർജി ആണല്ലോ. അതിൽ നമുക്ക് എനർജി ചെയ്യുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വരാണ്, സ്റ്റേ അടിക്കാൻ ഒരു 3-4 ഡേയ്സിലിട്ട് ഒരാൾ നിൽക്കാൻ വരാമെന്ന് വിചാരിക്കാം. നമുക്ക് സാധാ ദിവസങ്ങളെ പോലെ ആയിരിക്കും നമ്മുടെ വീട്. കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും, ഒരു ഹാപ്പി ആളൊക്കെ ആയിരിക്കും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പഴയ പോലെയോ. അതേപോലെയാണ് മോട്ടിവേഷൻ. പക്ഷേ ഡിസിപ്ലിൻ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് പല ദിവസങ്ങളും നമ്മൾ ലേസി ഡേ ഉണ്ടാവും, മോട്ടിവേഷൻ തീരെ ഇല്ലാത്ത ഭയങ്കര ബാഡ് അടിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ത് ചെയ്യുക, അത് ചെയ്യുക. അത് ഡെയിലി ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കംഫോർട്ട് സോണിൽ വെറുതെ ഇരിക്കാം, നമുക്ക് കുറച്ചുകൂടെ ഡോപ്പമൈൻ കൂടുതൽ കിട്ടും. നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയി ഇരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് നാളത്തേക്ക് വെക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം നാളത്തേക്ക് വെക്കാമെന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഓക്കെ നമ്മൾ ചെയ്തു എന്നുള്ള സാധനം നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം, ബട്ട് നമുക്ക് നമ്മുടെ കരിയറിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലോ മോട്ടിവേഷനെ കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഒരു ലോങ് റണ്ണിലായിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു സക്സസ്ഫുള്ളായിട്ട് നിങ്ങളെ എത്തിക്കും. അതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർ നോക്കുന്നത് ഇപ്പോൾ റിസൾട്ട്സ് ആയിരിക്കും. ആ റിസൾട്ട്സിലായിട്ട് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു കാര്യമായിരിക്കും എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ടാലൻ്റ് ഒന്നും ഇല്ലാത്തൊരു ആളായിരിക്കും. നിങ്ങൾക്കൊരു 10% ടാലൻ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ 90% ഹാർഡ് വർക്ക് ചെയ്ത് അത് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡെയിലി അത് പെർമനൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് അത് നിങ്ങൾ എന്തായാലും അവിടെ എന്ത് ചെയ്യും, അങ്ങോട്ട് എത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിസിപ്ലിൻഡ് ആയിട്ട് ഡെയിലി പോയി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഒഴിവാക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മന്തി കഴിക്കുന്ന ഒഴിവാക്കേണ്ട, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ കളിയാക്കിയെന്ന് വരാം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് അതിൽ നിന്ന് റിസൾട്ട്സ് കിട്ടും. ചിലപ്പോൾ ഒരു 6 മാസത്തേക്ക് റിസൾട്ട് കിട്ടുന്നത്, ചിലപ്പോൾ 1 കൊല്ലത്തിലായിരിക്കും, ചിലപ്പോൾ 5 കൊല്ലത്തിലായിരിക്കും, ചിലപ്പോൾ 10 കൊല്ലത്തിലായിരിക്കും അതിന് റിസൾട്ട് കിട്ടാൻ നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ ഈ കളിയാക്കിയവരൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു കൈയടിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യുക, അങ്ങോട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.